നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ ഷാർജയിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മരുഭൂമിയിൽ കുഴിച്ചുമൂടി. ഈ സംഭവത്തിൽ പാകിസ്ഥാൻ സ്വദേശികളായ 2 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി അനിൽകുമാർ വിൻസെന്റാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. അനിലിനെ കാണാതായത് ജനുവരി 2-നായിരുന്നു. ദുബായിലെ ടീസിംഗ് ട്രേഡിംഗ് എന്ന സ്ഥാപനത്തിൽ PRO ആയി പ്രവർത്തിക്കുകയായിരുന്നു അനിൽ. അറസ്റ്റിലായ പാകിസ്ഥാൻ സ്വദേശികളും ഇതേ കമ്പനിയിലെ ജീവനക്കാരായിരുന്നു. അനിലിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അനിൽകുമാർ ശാസിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ഈ പാകിസ്ഥാൻ സ്വദേശികൾ കൊലപാതകം നടത്തിയതെന്നാണ് സൂചന. 36 വർഷമായി ഈ കമ്പനിയിലെ ജീവനക്കാരനാണ് അനിൽകുമാർ. അന്വേഷണത്തിൽ അനിൽകുമാറിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ഷാർജയിലെ മരുഭൂമിയിൽ കുഴിച്ചുമൂടിയെന്ന വിവരം കിട്ടി. ജനുവരി 12-ന് മൃതദേഹം പോലീസ് കണ്ടെടുത്തു. സംഭവത്തിൽ 3 പാകിസ്ഥാൻ സ്വദേശികൾക്കെതിരെ കേസെടുത്തു. മൃതദേഹം മറവ് ചെയ്യാൻ കൊണ്ടുപോയ വാഹനത്തിന്റെ ഡ്രൈവറായ പാകിസ്ഥാനി പൗരൻ UAEയിൽ നിന്ന് കടന്നു കളഞ്ഞതായാണ് വിവരം. കൊലപാതകത്തിന് സഹായിച്ച മറ്റു 2 പേരാണ് പിടിയിലായത്. ദുബായ് ടെക്സ്റ്റൈൽ സിറ്റിക്കകത്തെ വെയർഹൌസിലായിരുന്നു കൊലപാതകം നടന്നത്. അനിലിന്റെ മൂത്ത സഹോദരൻ അശോക് കുമാർ വിൻസെന്റ് ഇതേ കമ്പനിയിൽ ഫിനാൻസ് മാനേജറാണ്. ഇദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് ജോലി സംബന്ധമായ ആവശ്യത്തിന് ഈ മാസം 2-ന് സഹപ്രവർത്തകനായ പാകിസ്ഥാൻ പൗരന്റെയും ഇയാൾ സഹായത്തിന് വിളിച്ച മറ്റൊരു പാകിസ്ഥാൻകാരനെയും കൂടെ അനിൽ ദുബായ് ടെക്സ്റ്റൈൽ സിറ്റിയിലെ വെയർഹൌസിലേക്ക് പോയത്. പിന്നീട് അനിലിനെ കാണാതാകുകയായിരുന്നു. കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഷാർജയിലെ മരുഭൂമിയിൽ കുഴിച്ചിട്ട നിലയിൽ അനിലിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അനിലിനായുള്ള തിരച്ചിലിൽ കൊലയാളിയും ഉണ്ടായിരുന്നതായി സഹോദരൻ അശോക് കുമാർ വെളിപ്പെടുത്തി. കൊലയാളികളായ 2 പാകിസ്ഥാൻകാരെയും ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ സഹായിച്ച പാകിസ്ഥാൻ സ്വദേശി തന്നെയായ ടാക്സി ഡ്രൈവർ ദുബായ് വിട്ടതായാണ് വിവരം. അനിലിന്റെ മൃതദേഹം മുട്ടട ഹോളി ക്രോസ് പള്ളിയിൽ സംസ്കരിച്ചു. അതേസമയം പ്രവാസ ലോകത്തെ മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. കുവൈറ്റിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രവാസി മരിച്ചു. മിന അബ്ദുള്ള സ്ക്രാപ്പ് റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് 30 വയസ്സുള്ള പാകിസ്ഥാൻ പൗരൻ മരണപ്പെട്ടത്. മിന അബ്ദുള്ള സ്ക്രാപ്പ് റോഡിൽ വാഹനാപകടം ഉണ്ടായതായി ഓപ്പറേഷൻസ് വകുപ്പിന് റിപ്പോർട്ട് കിട്ടി. ഇത് ജനറൽ ഫയർഫോഴ്സിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗമാണ് അറിയിച്ചത്. ഉടൻ തന്നെ മിന അബ്ദുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നും സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഒരു വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് അപകടത്തിൽ മരണപ്പെട്ടത്. മൃതദേഹം ഫോറൻസിക് സംഘത്തിന് കൈമാറി.